അയ്യപ്പ സംഗമം നടത്തിയതിൽ 3 കോടിക്ക് മുകളിൽ നഷ്ടമെന്ന വിലയിരുത്തലുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. കരാറുകാർക്കുൾപ്പെടെ ആർക്കും ഇനി പണം കൈമാറരുതെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രശ്നം ചർച്ച ചെയ്യാൻ 17-ന് ബോർഡ് കരാറുകാരുടെ യോഗം വിളിച്ചു. ജനം ബ്രേക്കിംഗ് വിവരങ്ങളുമായി വി വിനീഷ് ചേട്ടനുണ്ട്. വിനീഷ്, വെരി ഗുഡ് ഈവനിങ്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ആഗോള അയ്യപ്പ സംഗമത്തെ ചൊല്ലി അടിമുടി പൊല്ലാപ്പാണ്. എന്തായാലും 3 കോടിക്ക് മുകളിൽ ഒരു നഷ്ടമുണ്ടെന്ന വിലയിരുത്തലുമായി ദേവസ്വം ബോർഡ് രംഗത്തെത്തുന്നു. എങ്ങനെയാണ് സർക്കാർ ഇതിനോട് പ്രതികരിക്കുന്നത്? ഇനി ഈ ബോർഡ് മീറ്റിംഗ് ഒക്കെ അവസാന നിമിഷം വിളിച്ചിട്ട് എന്താകാനാണ്? അശ്വതി, നീലിമ, ഗുഡ് ഈവനിങ്. എന്തായിരുന്നാലും നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു തട്ടിപ്പ്, അടിമുടി തന്നെ വലിയ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിൽ സർക്കാരും ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡിൻ്റെ ഭക്താംഗങ്ങളും എല്ലാവരും ചേർന്ന് വലിയ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു. ആ തട്ടിപ്പ് എന്ന് പറയുന്നത് മാനദണ്ഡങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് കരാറുകൾ നൽകുന്നു. ഒപ്പം തന്നെ ഓഡിറ്റ്, ഒരു സ്വകാര്യ ഏജൻസി നടത്തുന്ന ഓഡിറ്റ് പരിശോധനയിൽ അത് ഹൈക്കോടതിയിൽ സമർപ്പിക്കുമ്പോൾ ആ ഓഡിറ്റിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ ആ ഓഡിറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള കണ്ടെത്തലുകൾ നടത്തുന്നു. വലിയ തട്ടിപ്പ്, വലിയ ക്രമക്കേട്, സാമ്പത്തിക തിരിമറി അടക്കമുള്ള ക്രമക്കേടുകൾ നടന്നു എന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ തന്നെ പരാമർശമുണ്ടാകുന്നു. അത് സർക്കാരിനെ വല്ലാതെ പിടിച്ചുകുലുക്കുന്നു, ദേവസ്വം ബോർഡിനെ പിടിച്ചുകുലുക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ എത്തുന്നു. പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം 3 കോടിയിലധികം രൂപ ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമം നടത്തിയതുമായി വലിയ രീതിയിൽ നഷ്ടം വന്നു എന്ന് ദേവസ്വം ബോർഡിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റായ കെ ജയകുമാർ പറയുമ്പോൾ അതേ സമയം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുൻ ദേവസ്വം പ്രസിഡന്റ് ഇതിനെ എതിർത്തുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തുന്നു. ദേവസ്വം ബോർഡിന് ഒരു പൈസ പോലും ഇതുവരെയും നഷ്ടമായിട്ടില്ല. അത് നേരത്തെ മുൻകൂറായി ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ നിന്ന് അഡ്വാൻസായി വാങ്ങിച്ച തുക തിരിച്ചു നൽകിയിട്ടുണ്ട് എന്ന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നു. അതേസമയം ഓഡിറ്റ് റിപ്പോർട്ടിൽ പരാമർശം വരുന്നത് ദേവസ്വം ബോർഡിന് 3 കോടി 40 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് സംബന്ധിച്ചുള്ള ഓഡിറ്റ് റിപ്പോർട്ട് പറയുന്നു. സമാനമായ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന് ഏറ്റവും അനുകൂല സാഹചര്യം ഒരുക്കുന്ന, ഇടതുപക്ഷവുമായി അടുത്തു നിൽക്കുന്ന ഊരാളുങ്കൽ സൊസൈറ്റിക്ക് മാത്രം 4.04 കോടി രൂപയുടെ പദ്ധതികൾ അല്ലെങ്കിൽ അവിടെയാണ് ഇനി അടുത്ത ടെസ്റ്റ് വരാൻ പോകുന്നത്. നമുക്കറിയാം ഈ കരാറുകാർ ഊരാളുങ്കലായിരുന്നു. ഊരാളുങ്കൽ സബ് കോൺട്രാക്ട് കൊടുക്കുകയായിരുന്നു ഈ പമ്പ അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പിന്. ഈ കരാറുകാർക്ക് ഉൾപ്പെടെ ആർക്കും ഇനി പണം കൈമാറരുത് എന്നാണ് ഇപ്പോൾ കെ ജയകുമാർ പറഞ്ഞു വച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി സർക്കാർ തലത്തിൽ ഈ 4 കോടി വേണ്ടെന്ന് വെക്കാൻ ഊരാളുങ്കലിന് ഒരു തരത്തിലും കഴിയില്ലല്ലോ. അപ്പോൾ വലിയ മറ്റൊരു തർക്കം വരാൻ പോകുന്നത് അവിടെയാണ്. അപ്പോൾ പ്രശാന്ത് പറയുന്ന 3 കോടി രൂപയും ഊരാളുങ്കൽ ആവശ്യപ്പെടുന്ന 4 കോടി രൂപയും ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഈ കണക്കുകളിലൊന്നും ഒരു വ്യക്തതയില്ല എന്നല്ലേ അടിവരയിട്ട് പറയേണ്ടത്? തീർച്ചയായിട്ടും ഈ കണക്കുകളിൽ ഒന്നും തന്നെ ഒരു വ്യക്തതയില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റായ പ്രശാന്ത് പറയുന്നത് 4 കോടിയിൽ പരിപാടി അവസാനിപ്പിക്കാനുള്ള പദ്ധതിക്കാണ് തുടക്കമിട്ടത്. അത്തരത്തിൽ തന്നെയാണ് മുൻ ദേവസ്വം പ്രസിഡന്റ് നിലപാട്. പക്ഷേ ഓഡിറ്റ് റിപ്പോർട്ട് വരുമ്പോൾ ഏകദേശം 8 കോടിയിലധികം രൂപ ചിലവായതായാണ് റിപ്പോർട്ടിൽ പരാമർശമുള്ളത്. അതിൽ തന്നെ വലിയ തട്ടിപ്പുകൾ നടത്തിയെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവിടെ ആഹാരം നൽകിയതിൽ, ഒപ്പം തന്നെ അവിടെ ഈ ദേവസ്വം ബോർഡിൻ്റെ പരിപാടികൾ, ദേവസ്വം ബോർഡ് അന്നത്തെ ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിന് ശേഷം ചില പരിപാടികൾ സംഘടിപ്പിച്ചതിൽ വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടത്തി എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ തന്നെ പരാമർശിക്കുന്നു. ഒപ്പം തന്നെ ഭക്ഷണം നൽകിയതിലുള്ള തട്ടിപ്പ്, അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് 37 ലക്ഷം രൂപയുടെ ഈ അതിഥികളെ സർക്കാർ ഈ പരിപാടിക്ക് ക്ഷണിച്ചതുമായി ബന്ധപ്പെട്ട് ബാർ അറ്റാച്ച്മെന്റ് വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും ജനം TV പുറത്തുവിട്ട ചില നിർണായക വിവരങ്ങളാണ് ഞെട്ടിക്കുന്നത്.